ശ്രീമദ് ഭാഗവതം ക്ലാസ് 110. നമ്മളിന്ന് സ്കന്ധം 5 17ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അതിൽ ഗംഗാവർണ്ണനവും സംഘർഷണ സ്തുതിയുമാണ്. കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് പ്രപഞ്ചഘടനയിൽ ആ പ്രപഞ്ചത്തിന് 7 ലോകങ്ങളുണ്ട്. അതിൻ്റെ നടുവിലുള്ളതാണ് ജംബുദ്വീപ്. അതിനെ 9ആയി വിഭജിച്ചിട്ടുണ്ട്. അതിലുള്ള പർവ്വതങ്ങളെ പറ്റി എല്ലാമാണ് പറഞ്ഞത്. നമുക്കറിയാം, ഒരു മാപ്പെല്ലാം എടുക്കുമ്പോൾ ഒരു രാജ്യത്തിലേക്ക് നമ്മൾ പുതിയൊരു ഗോളത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യം അവിടെ പർവ്വതങ്ങളെല്ലാം കാണുക, നദികളെല്ലാം കാണുക. അപ്പോൾ ആദ്യം കുറേ പർവ്വതങ്ങൾ കാണുന്ന വലിയ വലിയ പർവ്വതങ്ങളുടെ എല്ലാം ഘടനയാണ് അവർ വിവരിച്ച് തന്നത്. ഇതിലൂടെ നദികളുടെ വർണ്ണനയാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞതിലും പറഞ്ഞിട്ടുണ്ട് പാൽ ഒഴുകുന്ന നദി, മറ്റേ ഒഴുകുന്ന നദി എന്നെല്ലാം. അതെല്ലാം പാല് പോലെയുള്ള ജലം ഒഴുകുന്ന നിറം അങ്ങനെ അവർ കാണുകയാണ്, തേനിൻ്റെ നിറമല്ലായിരിക്കും. അങ്ങനെ കാരണം അവിടെയൊന്നും പോയി നോക്കാൻ പറ്റില്ല, ദൂരത്ത് നോക്കി. ഇപ്പോൾ നമ്മൾ ചന്ദ്രനിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവിടെ എന്തോ ഒരു പ്രതിമ മാതിരിയല്ല നമ്മൾ തോന്നും, ഒരു കുഴിയാണ്. പക്ഷെ നമ്മളന്ന് എന്തെങ്കിലും അതിൽ ധരിക്കും. പക്ഷെ അവിടെ പോകുമ്പോഴാണ് പിന്നെ സംഗതി വ്യക്തമാകുന്നത്. അപ്പോൾ ഊഹിച്ചിട്ട് അവിടെ അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറയും. ഊഹിച്ചല്ല, നമ്മൾ നോട്ടത്തിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഇപ്പോൾ ഉപകരണം വെച്ചിട്ട് അവർ നോക്കിയിരിക്കാം. അപ്പം പർവ്വതങ്ങളെ പോലെ മരങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, നദികളെ കണ്ടിട്ടുണ്ട്. ആ നദികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നിൽ ശുഗൻ പറയുകയാണ്, മഹാബലിയുടെ യജ്ഞത്തിൽ ത്രിവിക്രമമൂർത്തിയായി ഭവിച്ച മഹാവിഷ്ണു 3 ലോകവും അടിവെച്ചളന്നു കൊണ്ടുപോകവേ. അപ്പോൾ വിഷ്ണു 3 ലോകം അളന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആറ്റമായാലും പ്രപഞ്ചമായാലും ഉണ്ടാകുന്നത് ഇങ്ങനെയായിരുന്നു. നടുവിൽ സൂര്യൻ അല്ലെങ്കിൽ ന്യൂക്ലിയസ്, അതിൻ്റെ ചുറ്റിനും ഇലക്ട്രോണും ഒരു പ്രത്യേക തുല്യ അകലത്തിൽ സഞ്ചരിക്കുകയാണ്, ഒരു വട്ടത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എപ്പോഴും സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിലേക്കുള്ള ദൂരം ഒരേപോലെയായിരിക്കും. അപ്പോഴെന്തുണ്ടാവില്ല, കാലാവസ്ഥയുടെ മാറ്റം ഉണ്ടാവില്ല. എന്തെങ്കിലും ജീവജാലങ്ങളെല്ലാം ജനിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരേ ടൈപ്പായിരിക്കും. അതുകൊണ്ടാണ് സമത്വം എന്നെല്ലാം പറഞ്ഞ് അത് മഹാബലിയുടെ കാലഘട്ടമായിട്ട് ചിത്രീകരിച്ചത്. മഹാബലി എല്ലാവരും ഒരുപോലെ. അങ്ങനെ എല്ലാവരും ഒരുപോലെ ആയാലും ജനിക്കുക പോലുമില്ല. കാരണം എപ്പോഴും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഒന്നായാൽ മഴയൊന്നും പെയ്യില്ല, സീസൺസ് ഒന്നും ഉണ്ടാവില്ല, ജീവജാലങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ഒരേപോലെയുള്ള അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് മഹാബലിയുടെ കാലഘട്ടം. അപ്പം വിഷ്ണു എന്ത് ചെയ്ത് അതിനെ ചവിട്ടിയിട്ട് ഇങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റാക്കി. കാലിൻ്റെ അകത്ത്, കാല് നമുക്കറിയാം, ഇവിടെ ഒരു വട്ടം മാരി കാണാം, ഇവിടെ ഒരു മട്ടക്കാരി കാണാം, നടുവിലൊരു യോജിപ്പിക്കുന്ന ഭാഗം കാണാം കാലിൻ്റെ അടിയിൽ. അതായത് ഈ എലിപ്സും 2 സർക്കിളുകളാണ്, അതിനെ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെ സർക്കിളിന് 2 ഫോക്കസ് ഉണ്ട് എന്നല്ല അറിയാം. അപ്പം ആ രൂപത്തിലായി ചവിട്ടിയാലുള്ള രൂപത്തിലാണ്, അതായത് എലിപ്റ്റിക്കൽ രൂപത്തിലാക്കി ഓർബിറ്റിനെ മാറ്റി. ഇത് ആറ്റത്തിലും മാറ്റി, ഗ്രഹങ്ങൾ ചുറ്റുന്ന ഭ്രമണപഥവും എല്ലാം മാറ്റി. അപ്പോഴാണ് എന്തുണ്ടായ 3 ലോകങ്ങളുണ്ടായ. 3 ലോകം എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ചുറ്റുമ്പോൾ ചിലപ്പോൾ സൂര്യനിൽ നിന്ന് അകലെയായിരിക്കും, ചിലപ്പോൾ സൂര്യനിൽ നിന്ന് അടുത്തായിരിക്കും, ചിലപ്പോൾ മധ്യമായിരിക്കും. അതുകൊണ്ടാണ് ഉച്ചസ്ഥാനം, ഉച്ചസ്ഥിതി, നീചസ്ഥിതി, സ്വക്ഷേത്രം എന്നെല്ലാം ജ്യോതിഷത്തിലെ 3 സ്ഥാനങ്ങൾ. അതുകൊണ്ട് എന്ത് പറ്റുന്നു, സൂര്യൻ മേടമാസത്തിലായിരിക്കും ഭയങ്കര ചൂടായിരിക്കും, നേരെ ഓപ്പോസിറ്റിലും ചൂട് വളരെ കുറവായിരിക്കും. അതിൻ്റെ നടുവിലുള്ള ചിങ്ങമാസത്തിൽ നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. ചിങ്ങത്തിൽ കൃഷിയെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാവരും സുഖിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ് മഹാബലി വർഷത്തിലൊരിക്കൽ അവിടെ വരുന്നത്. നല്ലൊരു കഥ വെച്ചങ്ങ് കാച്ചിയതേ ഉള്ളൂ. അതായത് 3 അവസ്ഥകളുണ്ടായി, 3 ലോകങ്ങളുണ്ടായി. അങ്ങനെ എല്ലാം 3ആയിട്ട് മാറി. അപ്പം അങ്ങനെയുള്ള വിഷ്ണു ഇങ്ങനെ ചവിട്ടുന്നതിൻ്റെ ഇടക്ക് ഈ നടുവിൽ തള്ളവിരൽ
ഏത് പെരുവിരൽ കൊണ്ടിട്ട് അവിടെ നിന്നൊരു വെള്ളമൊഴുകി, സമുദ്രമൊഴുകി, ആ നദിയാണ് എന്ത് വിഷ്ണുവതി അല്ലെങ്കിൽ ഭഗീരഥി എന്നെല്ലാം പറയുന്നത്. ആ നദി അത് ഗംഗയായിട്ടെല്ലാം പരിവർത്തനം ചെയ്തിട്ട് അതിങ്ങനെ ഒഴുകി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ നദി എന്ന് പറയുന്നത്, നദികളെ പറ്റിയാണ് ഇതിൽ പറയാൻ പോകുന്നത്. നദി എന്നത് ഒഴുകുന്നതാണ്, ഏതെങ്കിലും വെള്ളം ഒഴുകുന്നതാണ് നദികൾ. വെള്ളം മാത്രം ഒഴുകുന്നുണ്ടാവും, ഒഴുകുന്ന എല്ലാത്തിനെയും നദിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഒഴുകുന്നത് ഒരു ഓർബിറ്റിൽ കൂടിയാണ്, അതും ഒരു നദിക്ക് സമാനമാണ്. അതുമാതിരി ഭൂമിയും മറ്റുള്ള ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ചുറ്റുന്നതും ഓരോ ഓർബിറ്റുകളിലൂടെയാണ്. അതുകൊണ്ട് അതും നദികളാണ്. അപ്പം കുറേ നദികളുണ്ട്. അത് സാധാരണ നദിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഭൂമി ഒഴുകും, വേറെ ഓർബിറ്റിലൂടെ ഗ്രഹങ്ങൾ ബുധൻ ശുക്രനെല്ലാം ഒഴുകും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഓർബിറ്റിൻ്റെ നടുവിൽ നിന്ന് ഒഴുകിയ നദി ഇങ്ങനെ ഒഴുകി, ഇതൊരു ഓർബിറ്റാണ്. ആ ഓർബിറ്റിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് വിഷ്ണുപദം. ആ വിഷ്ണുപദത്തിൽ ഉത്താനപാദപുത്രൻ ധ്രുവൻ നക്ഷത്രമുണ്ട്, ഉത്താനപാദൻ്റെ പുത്രനായിട്ട്. അത് ധ്രുവൻ, ഇതാണ് ധ്രുവൻ. ഈ ധ്രുവൻ നമ്മുടെ കുലദൈവമായ ശ്രീഹരിയുടെ പാദത്തിൽ നിന്നും ഒഴിയ പവിത്ര ജലമാണല്ലോ എന്ന് ചിന്തിച്ചിട്ട്, ശ്രീഹരിയുടെ പാദത്തിൽ അവിടെ ചവിട്ടിയപ്പോൾ അവിടുന്ന് വെള്ളം ഒഴുകി എന്നല്ല പറഞ്ഞു, അത് ശ്രീഹരിയുടെ കാല് ചവിട്ടിയപ്പോൾ ഉണ്ടായ വെള്ളമാണെന്ന് ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്തു? വർദ്ധിച്ചു വരുന്ന ഭക്തിയോടുകൂടി, ഉൾത്തടത്തോടും ഔത്സുക്യത്തോടും കൂടി കണ്ണുകൾ നിറഞ്ഞതായിട്ട്, അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുക എന്ന് പറയുമ്പോൾ ഉത്താനപാദൻ്റെ കണ്ണും ഓർബിറ്റ് രൂപത്തിലാണ്. നമ്മുടെ കണ്ണും ഒരു ഓർബിറ്റ് രൂപത്തിലായി കിടക്കണം. എന്നിട്ട് നിർമ്മല സഹതാരയോടുകൂടിയുള്ള രോമാഞ്ചത്തോടും കൂടി ആ ഒരു നദിയെ തൻ്റെ മുടിയിൽ ശിരസിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓർബിറ്റിനെ ഇങ്ങനെ ചവിട്ടിയപ്പോൾ ഉണ്ടായ ഇതിൽ നിന്നും ഒഴുകുന്ന നദിയെ, അത് ഓർബിറ്റാണ്, ആ ഊർജം ഒഴുകുന്നതാണ് നദി. ഈ നദിയിലെ ഈ ധ്രുവൻ അതിൻ്റെ ശിരസിൽ വെച്ചു, കണ്ണുപോലെയുള്ള ശിരസിൽ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലൂടെയാണ് ഈ സൂര്യൻ ഈ ധ്രുവനെ ചുറ്റി സഞ്ചരിക്കുന്നത്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങളുമുണ്ട്, ഭൂമി, ചൊവ്വ, വ്യാഴൻ. അതെല്ലാം കൂടിയിട്ട് സൂര്യൻ അതിനെയെല്ലാം വലിച്ചുകൊണ്ട് ധ്രുവ നക്ഷത്രത്തിൻ്റെ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അപ്പം ഈ ഓർബിറ്റ് ഉണ്ടായി. അപ്പോൾ ഈ ഓർബിറ്റുകളിലെല്ലാം ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ഗോളങ്ങളും. അതാണ് പറഞ്ഞുകൊണ്ടുവന്നത്. അതെല്ലാം നദികളായിട്ട് ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് 3 പറയുന്നത് സപ്തർഷികൾ, അതായത് 7 ഋഷികൾ ആ ഗംഗയുടെ മഹാത്മ്യം അറിഞ്ഞിട്ട് തപസ്സിൻ്റെ ഫലപ്രാപ്തിയിൽ ഉണ്ടായതാണ് എന്ന ചിന്തയാൽ ശ്രീ വാസുദേവനിലുള്ള ഭക്തിയോടുകൂടി ഇതര പുരുഷാർത്ഥങ്ങളെ വിട്ട്, അതായത് പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മ, അർത്ഥം, കാമം, മോക്ഷം. അതിൽ ധർമ്മം, അർത്ഥം, കാമം വിട്ടിട്ട് മോക്ഷം എന്ന നിലയിൽ അതിനെ എന്ത് ചെയ്തു? അവരുടെ ജടയിൽ സ്ഥാപിച്ചു. അപ്പോൾ സപ്തർഷികൾ എന്ന് പറയുമ്പോൾ ഇവിടെ 7 ഋഷികളായിട്ട് 7 സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളായിട്ട് എടുക്കാം. ഇപ്പം സൂര്യന് ചുറ്റും 7 ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി. പിന്നെ സൂര്യനെ അതിലാണ് പെടുത്തുക. സൂര്യനെ വേറെ തന്നെ വഴി പറഞ്ഞതുകൊണ്ട് പിന്നെ പെടുത്താൻ പറ്റുന്ന ചന്ദ്രനെയാണ്. അങ്ങനെയാണ് 7. ആ സപ്തർഷികളും, ഇവിടെ സപ്തർഷികൾ എന്ന് പറഞ്ഞാൽ 7 ഗ്രഹങ്ങളായിട്ടെടുക്കും. അവർക്ക് ചുറ്റുന്നതിന് പോലെ ഓർബിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് അവരുടെ ശിരസിൽ വെച്ചു. ചുരുക്കത്തിൽ കുറേ നദികളുണ്ട്. ഒരു സൂര്യന് ചുറ്റുമുള്ള നദികളുടെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി ഇത് ചുറ്റുന്നു. മറ്റുള്ളതിനെ കൂട്ടിയിരിക്കുക, അതിനൊന്നും കാര്യത്തിലെടുത്തില്ല. പിന്നെയോ
സൂര്യൻ ധ്രുവന്റെ ചുറ്റും ചുറ്റുന്ന ഓർബിറ്റ്, അതെല്ലാം നദികളാണ്. ഇതെല്ലാം ചവിട്ടിയപ്പോൾ അതിൽ നിന്നും ഒഴുകി വന്ന ഊർജം കൊണ്ടുണ്ടായതാണെന്നാണ് പറയുന്നത് വിഷ്ണു. അവിടെയും തീർന്നില്ല. ഇത് 4 പിന്നെ അനേകായിരം കോടി വിമാനങ്ങളാൽ ഇടതിങ്ങി നിൽക്കുന്ന ആകാശവീതിയിലൂടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന കണക്കിൽ ഇതിനെയെല്ലാം വിമാനമായിട്ട് എടുക്കാം, ഗ്രഹങ്ങളെയെല്ലാം. ഈശ്വരൻ്റെ ആ വിമാനങ്ങളാണ് ഈ ഗ്രഹങ്ങളെല്ലാം. അതിലെല്ലാം ആണ് സഞ്ചരിക്കല്ലേ. നമ്മളെ വിമാനത്തിൽ കുറച്ചാളെ പറ്റും, പക്ഷേ ഭൂമി എന്നതൊരു വിമാനമാണ്. അത് ആ നദി അവിടെ നിന്ന് തട്ടിയിറങ്ങി ചന്ദ്രമണ്ഡലത്തെ സമീപിപ്പിച്ചുകൊണ്ട്, അതാണ് ചന്ദ്രമണ്ഡലത്തെ പറ്റി. അപ്പം ചന്ദ്രനും ഒരു ഓർബിറ്റുണ്ട്, ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും ചുറ്റുന്നുണ്ട്. അപ്പം ആ ഒരു ചന്ദ്രമണ്ഡലത്തെയും ചുറ്റിക്കൊണ്ട് ബ്രഹ്മസദനത്തിൽ വന്നു ചേർന്നു. അപ്പോൾ ചന്ദ്രൻ്റെ ഓർബിറ്റിനെ പറ്റി പറഞ്ഞു. ഇതെല്ലാം ഒഴുകി ഈ ഓർബിറ്റിനെ വിഷ്ണു ചവിട്ടിയിട്ട് എലിപ്റ്റിക്കലാക്കിയപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് ഉയർന്നു വന്ന വെള്ളമാണ് ഇങ്ങനെ ഒഴുകിയിട്ട് ഓർബിറ്റുകളായിട്ട് മാറിയത് എന്ന നിലയിൽ പറയാം. ഇതെല്ലാം ഇതിൻ്റെ പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും പിന്നെ പുറപ്പെട്ടിട്ട് ഈ നദി വെള്ളാന്നല്ല, ഇങ്ങനെ ഒഴുകുമല്ലോ. 4 നദികളായി സീത, അളകനന്ദ, ചക്ഷുസ്, ഭദ്ര എന്നീ പേരുകളുള്ള 4 ദിക്കിലേക്ക് അവിടെ നിന്ന് പിന്നെ 4 ദിക്കിലേക്കും ഈ നദികൾ 4ആയി തിരിഞ്ഞ് ഒഴുകുവാൻ തുടങ്ങി. ഇപ്പം 4നെ പറ്റി ഇനി പറയുകയാണ്. അതിൽ ഇവയിൽ സീത എന്ന പ്രവാഹം മേരുപർവ്വതത്തിലുള്ള ബ്രഹ്മസദനത്തിൽ നിന്നും അപ്പം നേരെ മേരുപർവ്വതത്തിൻ്റെ ഇടത്തേക്ക് പോയി. ഈ നടുവിലാണല്ലോ ഉള്ളത് മേരുപർവ്വതം. ഇവിടെയാണ് ഭൂമിയിൽ നിന്നാണ് ഇതെല്ലാം ചന്ദ്രൻ നിന്നെല്ലാം ഒഴുകിയിട്ട് പിന്നെ ഈ മേരുപർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോയി. ഇവിടെ നിന്നാണ് 4 ഭാഗത്തേക്ക് ഒഴുകിയെന്നാണ്. അപ്പോൾ ഒരു നദി ഈ മേരുപർവ്വതത്തിൻ്റെ നടുവിലാണല്ലോ മേരുപർവ്വതം ഉള്ളത്. ആ മേരുപർവ്വതത്തിൽ പോയിട്ട് മേരുവിൻ്റെ പർവ്വത നിരകളുടെ ശൃംഗത്തിൽ പതിച്ച് അവിടെ നിന്നും താഴോട്ടൊഴുകി ഗന്ധമാതമ ശിഖിരത്തിൽ പതിച്ചിട്ട് ഭദ്രാശ്വ വർഷമാകുന്ന പ്രദേശത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകി കിഴക്ക് ഭാഗത്തേക്ക് പോയി. അപ്പം മേരുപർവ്വതത്തു നിന്ന് ഒഴുകി കിഴക്കോട്ടേക്ക് പോയി. ഇനി ചക്ഷുസ് എന്ന പ്രവാഹം 7 മാല്യവാന്റെ കൊടുമുടിയിൽ നിന്നും വേറൊരു കൊടുമുടിയിൽ നിന്നും കേതുമാല വർഷയുടെ വേറൊരു, അതെല്ലാം ദ്വീപ് സമൂഹങ്ങളാണ്, അവിടെ പതിച്ചതിൻ്റെ ശേഷം കീഴോട്ടൊഴുകി ഊപ്പ് നഷ്ടപ്പെടാതെ തന്നെ പടിഞ്ഞാറോട്ട് ഭാഗത്തേക്ക് പോകും. പിന്നെ 8 ഭദ്ര എന്ന ആ ഒരു നദി മേരുശിഖിരത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നൊഴുകി 4 ഭാഗത്തേക്കാണല്ലോ ഒഴുകിയത്. മറ്റൊരു പർവ്വതത്തിൽ തട്ടി മലയുടെ കൊടുമുടിയിൽ നിന്നും താഴേക്കൊഴുകിയിട്ട് വടക്കു ദിക്കിലേക്ക് പോയി. പിന്നെ അളകനന്ദ ബ്രഹ്മസദസ്സിൽ നിന്നും താഴോട്ടിറങ്ങിയിട്ട് അനേകം പർവ്വതങ്ങളെ കടന്ന് ഹേമകൂടത്തിൻ്റെ, അതായത് നമ്മളെ ഹിമാലയത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ഹിമശിഖരങ്ങളെ കടന്നിട്ട് അതിവേഗത്തോടെ ഗമിച്ചിട്ട് ഭാരതവർഷത്തെ അഭിമുഖീകരിച്ച് തെക്ക് ദിക്കിലെ സമുദ്രത്തിലേക്ക് പോയി. അതിലെ സ്നാനം, അശ്വമേധം, രാജസൂയം എന്നിവ അതിൽ കുളിച്ചു കഴിഞ്ഞാൽ ഇവിടെ അശ്വമേധയാഗം നടത്തിയ ഫലം കിട്ടുമെന്ന് പറയുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംബുദ്വീപിൽ ഇതാണ് മേരുപർവ്വതം. ഈ മേരുപർവ്വതത്തിൽ തട്ടിയിട്ട് അപ്പം ഇതിൽ നിന്നാണ് ഒഴുകിയത്. ഇവിടെയാണ് ഭൂമി ഉള്ളത്. ഇതിൽ നിന്ന് പോയി പിന്നെ മേരുപർവ്വതത്തിൽ തട്ടി ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി, 4 ഭാഗത്തേക്ക് ഒഴിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞതിനർത്ഥം ആ നദികളാണ് ഇതിനെയെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന
ആ ഓർബിറ്റിലാണ് ഈ ഓരോന്നും കറങ്ങുന്നത്. അപ്പം നടുവിലുള്ള ആ മേരുപർവ്വതമുള്ള ആ ദ്വീപിന് ചുറ്റും അതിൻ്റെ പുറത്തുള്ള ഗോളങ്ങൾ അവയെല്ലാം ഇങ്ങനെ അതിൻ്റേതായ ഓർബിറ്റിൽ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നു. ആ പോകുന്ന ഓർബിറ്റുകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നദികളായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ പല ഗോളങ്ങളുണ്ട്, അതെല്ലാം പല ഓർബിറ്റുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓർബിറ്റുകളെല്ലാം പരസ്പരം ബന്ധിച്ചിട്ടുണ്ട്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നു, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു, ഭൂമിയെ പോലെ ബുധ ശുക്ര കുജന്മാരെല്ലാം കൂടിയിട്ട് സൂര്യനെ കറങ്ങുന്നു. ഇതിനെ എല്ലാം വലിച്ചുകൊണ്ട് സൂര്യൻ മേരുപർവ്വതത്തിന് ചുറ്റും കുത്തുന്നു. ഇനി മേരുപർവ്വതത്തിൽ ഇതിനെല്ലാം വലിച്ചുകൊണ്ട് അതെല്ലാം കൂടിയിട്ട് കുറേ നക്ഷത്രങ്ങളെല്ലാം കൂടിയിട്ട് മേരുപർവ്വതത്തെ ചുറ്റുന്നു. മേരുപർവ്വതത്തിന് ചുറ്റും അവിടെയും കുറേ ഏതുണ്ട്, ഈ മേരുപർവ്വതത്തിന് ചുറ്റും കുറേ ഉണ്ടല്ലോ. ഇത് മേരുപർവ്വതമാണെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റും എന്തുണ്ട്, കുറേ ഉണ്ട്. ഇതെല്ലാം ആ മേരുപർവ്വതത്തിന് ചുറ്റും ചുറ്റുന്നു. ആ പോന്ന വഴികളെയെല്ലാം ഇവിടെ വിവരിച്ചത്. അങ്ങനെ കുറേ നദികളായിട്ട് ആ ഓർബിറ്റുകളെയാണ് നദികളായിട്ട് ചിത്രീകരിച്ചത്. അതുമാത്രമല്ല, പിന്നെയും പറയുണ്ടല്ലോ വേറെയും നദങ്ങൾ. അങ്ങനെ പലതും ഒഴുകുമ്പോൾ അതിന് രണ്ട് പേരിലാണ് അറിയുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിന് നദങ്ങളെന്നും പറയും, കിഴക്കോട്ട് ഒഴുകുന്നവന് നദികളെന്ന് പറയും. അങ്ങനെ നദികളും കൂടിയിട്ട് ഓരോ വർഷത്തിലും പല മട്ടിലുണ്ട്. ഓരോ ദേശത്തിലും ഇങ്ങനെ കുറേയുണ്ട്. ഇപ്പം ഇവിടെ തന്നെ നമ്മൾ ചന്ദ്രന് ചുറ്റും ഭൂമിക്ക് ചുറ്റും സൂര്യനുണ്ട്, അല്ല ചന്ദ്രനുണ്ട്. സൂര്യന് ചുറ്റും നമ്മളെ ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ സൂര്യന്മാർ കുറേ വേറെയുണ്ട്. ആ സൂര്യന്മാർക്ക് അവരുടേതായ ഓർബിറ്റുകളിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അങ്ങനെ പല ദേശത്ത് ഇങ്ങനെ നദികൾ പല തരത്തിൽ കറങ്ങുന്നുണ്ട്. ഇവയെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം. ഈ 11 ഈ വർഷങ്ങളുടെ ഇടയിൽ ഭാരതവർഷം മാത്രമേ കർമ്മക്ഷേത്രമായിട്ടുള്ളൂ. ഇങ്ങനെയെല്ലാം അനേകമുണ്ടെങ്കിലും ഇതിലെല്ലാം ഭാരതക്ഷേത്രം മാത്രമേ കർമ്മം നടക്കുന്നുള്ളൂ. കർമ്മം നടക്കുന്നത് മനുഷ്യരിലൂടെയാണ്. മനുഷ്യ മൃഗാദികൾ ഭൂമിയായിട്ട് ഭാരതക്ഷേത്രം ഭാരതം എന്ന് പേര് കൊടുത്തത് നമ്മളെ ഭൂമിയും സൂര്യനും കൂടിയതിനാണ്. ഈ ഭൂമിയും സൂര്യനിൽ കൂടി മാത്രമുള്ളതിലെ ജീവജാലങ്ങളുള്ളൂ. അതുകൊണ്ട് ഭൂമിയും സൂര്യൻ്റെ ചുറ്റുമുള്ള ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കരുത്. ഭൂമിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ചന്ദ്രനിൽ പോകാം, എല്ലായിടത്തും പോകാം. പറ്റുമെങ്കിൽ സൂര്യനിൽ പോകാം, പറ്റുമെങ്കിൽ പോയിക്കോളും. അപ്പോൾ അവിടെയെല്ലാമാണ് കർമ്മങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. ഇങ്ങനത്തെ സൂര്യന്മാർ എത്രയോ ഈ പ്രപഞ്ചത്തിനുണ്ട്. അതിന് ചുറ്റും ഭൂമികൾ ചുറ്റുന്നുണ്ടെങ്കിൽ അവിടെയാകാം. അല്ലാതെ മറ്റേ നേരത്തെ പറഞ്ഞ മേരുപർവ്വതത്തിൻ്റെ ഇടക്കൊന്നും അങ്ങോട്ട് പോകാനുള്ള അവസരമൊന്നും നമുക്കില്ല. നമുക്ക് ഈ ഭൂമിയും അതിൻ്റെ ചുറ്റുമുള്ള സൂര്യനും വെച്ച് കടന്നിക്കൊള്ളുക. അതിൻ്റെ പുറത്താണ് ഈ 49 മരുത്തുക്കളും ഇതെല്ലാം ഉള്ളത്. അവിടെയൊന്നും നമുക്ക് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ പറ്റില്ല എന്ന് പറയുന്നില്ല, മറ്റുള്ള 8 വർഷങ്ങൾ. അപ്പോൾ 9 ദേശങ്ങളുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആ മധ്യത്തിലുള്ളത് തന്നെ 9 ദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള 8 മറ്റുള്ള 8കളിൽ സ്വർഗസുഖവും കഴിഞ്ഞ് ബാക്കി വരുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഭൗമസ്വർഗം എന്ന സങ്കേതത്തിൽ എത്താം. ആ പറഞ്ഞിട്ടെത്താൻ സ്വർഗം എവിടെയാണ്? നമ്മുടെ സൂര്യന് ചുറ്റും സൂര്യൻ്റെ ആകർഷണ ബലത്തിന് പുറത്തുള്ള സ്ഥലത്താണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ പോകാമെന്നാണ് നചികേതസിന് അനുമതി കൊടുത്തത്. അതായത് റോക്കറ്റ് കയറി അഗ്നിവിദ്യയുടെ സഹായത്താൽ സൂര്യൻ്റെ ആകർഷണ വഴിയിലുള്ള പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ സ്ഥലമുണ്ട്. അവിടെ ഒരു ഗ്രഹത്തിൻ്റെ ആകർഷണമില്ല. അതുകൊണ്ട് അവിടെ എങ്ങനെ പാറിപ്പറന്ന് നടക്കാം. പക്ഷേ ഈ സൂര്യൻ്റെ ഭ്രമണപഥം കഴിയുമ്പോൾ
നമ്മൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെയായിരുന്നു പ്രതിമ കണക്കെ. പിന്നെ വയസ്സും കൂടില്ല, ഒന്നും ആവില്ല. നമ്മൾ അതേപോലെ കിടക്കും, എത്രയോ കാലം കിടക്കും. അതാണ് സ്വർഗത്തിൽ പോയി നിങ്ങൾക്ക് താമസിക്കാം. അപ്പം നമുക്ക് പോകാൻ പറ്റുന്നത് ഈ ജീവനോടെ ഇവിടെയെല്ലാം കഴിച്ചു കൂട്ടാം. പക്ഷെ സൂര്യൻ്റെ പരിധി വിട്ടിട്ടുള്ള ആ സ്വർഗപ്രയും സ്വതന്ത്രമായ സ്ഥലത്ത് അവിടെ ബാക്ടീരിയ ഒന്നുമില്ല, അതുകൊണ്ട് ശരീരമൊന്നും നശിക്കില്ല. അതുകൊണ്ട് അതേപോലെ കിടക്കും. അതും കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇവിടെ പോകാൻ, അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോകാം. അത് പിന്നെ ആരാണ് ഇവിടുത്തെ അടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ അവിടെ പോകുക എന്ന് പറഞ്ഞാൽ അത്ര നടക്കുന്ന കാര്യമല്ല. നമുക്ക് കയറി വന്നാൽ എന്ത് പറ്റുക? സൂര്യൻ്റെ ആകർഷണത്തിൽ പുറത്തേക്ക് പോകാം, അവിടെ എത്രയോ കാലം നിൽക്കാം, ലോകം അവസാനിക്കുന്ന വരെ നിൽക്കാം. അത്ര വരെ നിൽക്കാൻ പറ്റും, മരണമില്ല. ഇതേ അവസ്ഥയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ അപ്പുറം പോകുന്നതാണ് സ്വർഗം വിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. അതും കഴിഞ്ഞിട്ടും സാധിക്കുമെങ്കിലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അതാണ് ഭൗമസ്വർഗ സങ്കേതം എന്ന് പറയുന്നത്. എന്നിട്ട് 12 പറയാണ് ഈ ബ്രഹ്മാണ്ഡഗതി. അങ്ങനെ നമുക്ക് ഈ ബ്രഹ്മാണ്ഡത്തിൽ സഞ്ചരിക്കാൻ പറ്റുമ്പോൾ 10,000 കൊല്ലം പുരുഷായുസ്സുള്ളവരും നമുക്ക് അവിടെ 10,000 വർഷം വരെ താമസിക്കാം. പുരുഷായുസ്സോടുകൂടി 10,000 ആനകൾക്കൊത്ത ശക്തിയോടുകൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശക്തി ഭയങ്കരമാണ്. ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഇങ്ങനത്തെ ശക്തിയായിട്ട് കാണണം. അവിടെ പിന്നെ നമ്മളെ ശരീരമൊന്നും ആർക്കും വിചാരിച്ചാലും നശിപ്പിക്കാൻ പറ്റില്ല. കാരണം അവിടെ ബാക്ടീരിയ പോലും ഇല്ല. പിന്നെ ഈ ശരീരത്തിൽ എന്തൊക്കെയാണ് നല്ല ഫ്രീസറിൽ വെച്ച മാതിരി. ഇവിടെ ഫ്രീസറിൽ വെച്ചാലും വലിയ ഗുണമൊന്നുമില്ല, പക്ഷെ അവിടെ ഒന്നും നശിക്കില്ല. അപ്പോൾ 10,000 ആനകൾക്കൊത്ത ശക്തി, വജ്രം പോലെ ദൃഢമായ ശരീരം. നമ്മളെ ശരീരം നല്ല വജ്രം പോലെ ദൃഢമായിരിക്കും. ഇങ്ങനെ പിടിച്ചിരിക്കുക, ഇങ്ങനെ തന്നെ കിടക്കും. ചത്തിട്ടില്ല. പിന്നെ തിരിച്ചിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, സൂര്യൻ്റെ ആകർഷണ ഫലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ജീവൻ വെക്കും. അതിനെപ്പറ്റി ഇനി പറയാൻ പോകും. പിന്നെ ബലം, യുവത്വം, മാനസോല്ലാസം എന്നിവയാൽ രതിക്രിയടക്ക് അനുയോജ്യമായ ദമ്പതിമാരുടെ രതിസുഖ വാസനത്തിൻ്റെ അവസാനത്തിൽ, അപ്പം സ്ത്രീകളും പുരുഷന്മാരും ഭാര്യയും ഭർത്താവും എല്ലാം പോവുകയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും അവിടെ അത്രയും സുഖമായിട്ട് സന്തോഷത്തോടുകൂടി അവിടെ കഴിയാൻ. ആയുസ് വർദ്ധിക്കില്ല. പക്ഷേ പോയ സ്ഥിതി ഇതേമാതിരിയായിരിക്കും. വെടിക്കൊരു രതിസുഖ ആസ്വദിക്കുകയും ചെയ്യാം. പക്ഷേ അതിന് നമുക്ക് ഇങ്ങനെ തന്നെ പ്രതിമ കടകത്ത് എത്തിയിട്ട് എന്ത് ചെയ്യാനാണ്? അങ്ങനെ വെടിക്ക് ആകാശത്തിലൂടെ എങ്ങനെ പറന്ന് കിടക്കാം, രണ്ടുപേർക്ക് ആഘോഷിച്ചിട്ട്. പിന്നെ അങ്ങനെ 10,000 വർഷം കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു വർഷക്കാലം വരുമ്പോൾ ശേഷിക്കുന്ന വർഷം ഒരു പുത്രനുമായിട്ട് ഗർഭം ധരിച്ചിട്ട്, അപ്പോഴേ ഗർഭം ഉണ്ടാവുന്നുള്ളൂ. എന്ത് ചെയ്യാം? ത്രേതായുഗമായ കാലത്തിലേക്ക് വരാം. അതായത് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പം ചില നക്ഷത്രങ്ങളെല്ലാം കത്തിയിരിക്കുന്നു. നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ആ സൂര്യനെല്ലാം കത്തിയിരുന്നത് മനുഷ്യൻ ബുദ്ധിപരമായിട്ട് വികസിക്കുമ്പോൾ നമ്മളെ ഭൂമി ഒരു നാൾ കത്തിയിരിക്കുന്നു. ഇപ്പം തന്നെ ശാസ്ത്രലോകം പറയുന്നുണ്ട്. അങ്ങനെ കത്തിയിരിക്കുന്ന സമയത്ത് ചില സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഭാവി തലമുറക്ക് എന്ന ഉദ്ദേശത്തോടുകൂടി സൂര്യൻ്റെ ഭ്രമണപഥം കഴിഞ്ഞിട്ട്, സൂര്യൻ്റെ ആകർഷണ ബലം കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കടക്കും. അപ്പോൾ അവർക്ക് പിന്നെ അവിടെ നാശമില്ല. 10,000 വർഷത്തോളം അവിടെ കിടക്കും. അപ്പോഴേക്കും ഭൂമിയെല്ലാം കത്തിയടിഞ്ഞ് നശിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ബ്ലാക്ക് ഹോളായി മാറിയ മതി. പക്ഷേ ബ്ലാക്ക് ഹോൾ അങ്ങനെ തന്നെ നിൽക്കില്ല. അത് എത്രയോ വർഷങ്ങൾ അങ്ങ് കടന്നതിൻ്റെ ശേഷം പിന്നെ ആദ്യം അതേപോലെ തിരിച്ചു വരും. അതേപോലെ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട അവരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടത്തേക്ക് വരിക. അപ്പം അവരിവിടത്തേക്ക് എത്തുമ്പോൾ അവരുടെ ജീവൻ വെക്കാൻ തുടങ്ങും. അതാണ് ഇവിടെ ത്രേതായുഗം എന്നെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോഴേക്ക് കുട്ടികളുണ്ടായി അവരിലൂടെയാണ് സന്തതികൾ പിന്നെ ഈ പ്രപഞ്ചത്തിൽ പിന്നെയും ഉണ്ടാകുന്നത്. അത് ഏത് പ്രളയമാണ്? പ്രളയം പലതരത്തിലുള്ളതുണ്ടെന്ന് പറഞ്ഞു.
ഭൂമിയിൽ മാത്രം വെള്ളം കളയുന്ന സമയത്താണ് ബോട്ടിലല്ലെങ്കിൽ രക്ഷപ്പെടുന്നത്. എന്നാൽ ഭൂമി മുഴുവൻ നശിച്ച് കുറേ കാലത്തേക്ക് എന്തെങ്കിലും ആയി പോവുകയാണെങ്കിൽ ബഹിരാകാശത്തിൽ കയറി രക്ഷപ്പെടും. സൂര്യനടക്കം നഷ്ടപ്പെടുന്ന സമയത്ത് ആ പ്രളയത്തിൽ സൂര്യൻ്റെ പരിധിക്കപ്പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ട് എന്നാണ് പറയുന്നത്. അവർ പിന്നെ തിരിച്ച് അവിടത്തേക്ക് എത്തുകയും അങ്ങനെയാണ് ഈ ലോകത്തിലെ ജനങ്ങൾ പിന്നെയും ഉണ്ടാകുന്നത്. ബോട്ടിൽ നിന്ന് പ്രളയം വരുമ്പോൾ തിരിച്ചു വരുന്നു, ബഹിരാകാശത്ത് പോയവർ തിരിച്ചു വരുന്നു. സൂര്യൻ അത്രയും കട്ടിയടയുമ്പോൾ അവർ പിന്നെ ഈ ഭൂമിയുടെ ആകർഷഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അവർ പിന്നെയും ജീവൻ വെക്കുകയും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതിമ അടക്കാണ് അവർ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ടാവും. അന്ന് അവരിലൂടെ പിന്നെ ജനതകൾ ഉണ്ടാവുകയെല്ലാം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എത്രയോ മന്വന്തരങ്ങൾ കഴിഞ്ഞ് കംപ്ലീറ്റ് പിന്നെ കത്തിയ പിന്നെ പറ്റില്ല, പിന്നെ ആദ്യം നിന്ന് തുടങ്ങണം. അപ്പോഴാണ് സൃഷ്ടിക്രമം നമ്മളെ ഭാഗവതം പറയുന്ന 1 മുതലുള്ള സൃഷ്ടിക്രമം അത് പിന്നെ ആദ്യം സൃഷ്ടിക്ക് ഉണ്ടാക്കിയെടുത്തേ വരും. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ പ്രളയങ്ങളിലെല്ലാം രക്ഷപ്പെട്ടു വരുന്നവർ തന്നെയാണ് പിന്നെ വംശം വർദ്ധിപ്പിക്കുന്നത്. ഇനി 13 ഏതൊരു ബ്രഹ്മാണ്ടത്തിൽ ദേവശ്രേഷ്ഠന്മാർ അവരവരുടെ പരിവാര മുഖ്യന്മാരാൽ ചെയ്യുന്ന ഉപചാരങ്ങളോട് കൂടിയവരായി എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പൂക്കൾ, കായ്കൾ, തളിരുകൾ എന്നിവയുടെ സമുദ്രിയിൽ ഞാന്നുകിടക്കുന്ന മരങ്ങളും മരങ്ങളിലുള്ള വള്ളികളും എല്ലാം ആയിട്ട് മനോഹരമായ വനങ്ങൾ, ആശ്രമവനങ്ങൾ, പർവ്വതങ്ങളുടെ താഴ്വരകൾ, അതിൽ അരയന്നങ്ങൾ, കുളക്കോഴികൾ, ഇങ്ങനെയെല്ലായിട്ട് കുറേ വർണ്ണനകൾ കൊടുത്ത് ആ ദേശത്തിൻ്റെ കാര്യം പറയുകയാണ്. അവിടെ ദേവസുന്ദരിമാരെല്ലാം ശൃംഗരിച്ചുകൊണ്ട് അങ്ങനെ വിഹരിക്കുന്നുണ്ട് എന്ന് പറയാണ് മറ്റുള്ള ഭൂഖണ്ഡങ്ങളിൽ. അപ്പം ഭൂമിയും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടെടുത്താണ് മനുഷ്യരുള്ളത്. ബാക്കിയുള്ളിടത്തൊന്നും മനുഷ്യരില്ല. അവിടെയെല്ലാം കാരണം സൂര്യനോ അപ്പുറമുള്ള സ്ഥലങ്ങൾ എത്രയോ സ്ഥലമുണ്ട്. ഇതിൽ ഭൂമി താമസിക്കാൻ പറ്റുന്ന സ്ഥലം കുറച്ചല്ലേ ഉള്ളൂ. അത് കഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ദേവന്മാരും ദേവസ്ത്രീകളാണ്. അവർക്കെന്തില്ല, മനുഷ്യരെ പോലെ കണ്ണുമൂക്കൊന്നുമില്ല. അതെല്ലാം ഫലങ്ങളാണ്. അപ്പോൾ അവരെ കഥയിൽ ഇങ്ങനെ വർണ്ണിക്കാൻ തോന്നുന്ന തരത്തിലത് കൊടിക്കും തൊങ്ങലെല്ലാം വെച്ചിട്ട് വർണ്ണിക്കുക, അങ്ങനെ വർണ്ണിച്ചതായിട്ട് കണ്ടാൽ മതി. അവിടെ ദേവസ്ത്രീകൾ ഉണ്ട് പോലും, അവരെല്ലാം സുന്ദരിമാരായിട്ട് അങ്ങനെ ശൃംഗാരകേളികളോടും കണ്ണുകളെ കൊണ്ടെല്ലാം ആ വർണ്ണനയെല്ലാം കുറേ ഇത് പറഞ്ഞിട്ടുണ്ട്. അവിടെ സുന്ദരമായ തടാകങ്ങളുണ്ട് എന്നെല്ലാം വർണ്ണിച്ച് വിട്ടിരിക്കുകയാണ്. മറ്റുള്ള ഈ 7 ലോകങ്ങളുണ്ടല്ലോ, 49 മരുത്തുക്കളിലുണ്ടല്ലോ, അതിലെല്ലാം ഉള്ള സൂര്യനും ഭൂമി, ഓരോ സൂര്യനും ഭൂമി ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മരുത്തുകൾ, പർവ്വതങ്ങൾ എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ, അവിടെ താഴ്വരകളിൽ ഇങ്ങനെ കുറേ സൂര്യന്മാരും ഗന്ധർവന്മാരും എല്ലാം അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് കവിഭാവനയിൽ പറഞ്ഞു വെച്ചതാണ്. അതെല്ലാം കവികൾ വിവരിക്കുന്നതാണ്. കാരണം അവിടെയൊന്നും പോയിട്ട് അങ്ങനെയൊന്നും നോക്കാനൊന്നും ഇവർക്കൊന്നും പറ്റില്ല. ഏകദേശം വലിയ വലിയ മരങ്ങളും നദികളെയെല്ലാം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഭംഗിയായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഭൂമിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരിങ്ങനെ ദേവന്മാരും ദേവികളും എന്തെല്ലാം അവിടെ ഉണ്ടല്ലോ, അത് കൊടുക്കുന്നു തൊങ്ങലും വെച്ച് ഇങ്ങനെ തടാകങ്ങളുണ്ട്, സുന്ദര അവിടെ അരയന്നങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വർണ്ണിച്ചു വിട്ടിട്ടുണ്ട്. എന്നിട്ട് 14 പറയുന്ന 9 വർഷങ്ങളിലും സർവേശ്വരനായ മഹാവിഷ്ണു ജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് സന്നിഹിതരായിരിക്കും. അങ്ങനെയുള്ള ഈ 9 ലോകങ്ങളിലും, 9 എന്ന് പറഞ്ഞാൽ ഈ നടുവിലുള്ള ഏതിൻ്റെ കാര്യമാണ് പറയുന്നത്, ആ ജംബുദ്വീപിലുള്ള ആ 9 ദ്വീപുകളിലും വിഷ്ണു എല്ലാവർക്കും അനുഗ്രഹം ചെയ്തുകൊണ്ട് സന്നിഹിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിഷ്ണുവാണ്, ആ ശ്രീഹരിയാണ് ഈ ഒരു വലിയ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അതിൻ്റെ അധീനതയിലാണ്. അതിലെന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അവരെല്ലാം സംരക്ഷിക്കുന്ന അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അതിൽ എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം സംരക്ഷിച്ചുകൊണ്ട് വിഷ്ണു അവിടെ ഉണ്ട്. ഇനി 15 പറയുകയാണ്, ഇളാജതമാരായ വർഷത്തിൻ്റെ
ഇളാരാജ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇപ്പം ഏതെങ്കിലും ഒരു ഗൃഹത്തിൻ്റെ എല്ലാം നമ്മളവിടെ പോയി കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി അവിടെ പർവ്വതമുണ്ട്, അവിടെ മലയുണ്ട്, ഇപ്പം ചൊവ്വയിലെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യുക, അതിൻ്റെ ഒരു പടം വരച്ചിട്ട് എല്ലാം മാർക്ക് ചെയ്തിട്ട് തരും. അതുപോലെ ഇവർ ഒരു പടം വരച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും ഒരു പടം വരച്ച് ആ പടമാണ് നമ്മളെ രാശിചക്രം. 12 രാശികളായിട്ട് ജ്യോതിഷത്തിൻ്റെ ജാതകത്തിൻ്റെ രാശിചക്രം കണ്ടിട്ടില്ലേ? അത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ്. അത് ദീർഘത്തിൽ വരക്കാൻ കാരണം എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എല്ലാം കറങ്ങുന്നത് എന്നതുകൊണ്ടാണ്. അതിനെ രാശികളെ മെയില് ഫീമെയില് ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. മേടം മെയിലാണെങ്കിൽ ഇടവം ഫീമെയിലാണ്, മിഥുനം മെയിലാണ്, കർക്കിടകം ഫീമെയിലാണ്, ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫീമെയിലായിരിക്കുന്ന സ്ഥലത്തിനാണ് ഇളാദേശം എന്ന് പറയുന്നത്. അപ്പം ഇളാദേശമായ വർഷത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഘടന ഇങ്ങനെ 12 രാശികളായി തിരിച്ചിട്ട് പറഞ്ഞിട്ട് ഒന്നിടപെട്ട് സ്ത്രീരാശികൾക്കാണ് ഇളരാശികൾ എന്ന് പറയുന്നത്. അത് സ്ത്രീരാശികളാണ്. അവിടെ ശ്രീരുദ്രൻ ഒരാൾ മാത്രമേ പുരുഷനായിട്ടുള്ളൂ. ആ സ്ത്രീരാശിയിൽ പുരുഷനായിട്ട് ഒരാൾക്കേ നിൽക്കാൻ പറ്റും. അത് ശ്രീരുദ്രനാണ്. ശ്രീരുദ്രൻ എന്ന് പറയുമ്പോൾ ഇവിടെ സൂര്യനാണ്. സൂര്യൻ ശിവനായിട്ട് എടുക്കുന്ന നമുക്കറിയാമോ, സൂര്യനെ കൊണ്ടാണ് ശിവന്. ഈ സൂര്യൻ ഈ രാശികളിലൂടെ എല്ലാം സഞ്ചരിച്ചാലും സ്ത്രീ രാശിയിൽ സഞ്ചരിച്ചാലും സൂര്യൻ പുരുഷൻ തന്നെയാണ്. സൂര്യൻ ഒരിക്കലും സ്ത്രീയാവില്ല. ബാക്കിയുള്ളവരെല്ലാവരും പുരുഷഗ്രഹങ്ങളാണെങ്കിലും ആ സ്ത്രീരാശിയിൽ പെടുമ്പോൾ അവർ സ്ത്രീ സ്വഭാവമാണ് കാണിക്കുക. അതിവിടെ ഒരു കഥരൂപത്തിൽ പറയുകയാണ്. അവിടെ രുദ്രൻ മാത്രമേ പുരുഷനായിട്ട് നിൽക്കൂ. കാരണം എന്തുകൊണ്ട്? പാർവതിയുടെ ഒരു ശാപമുണ്ട്. അവിടെ ആരെങ്കിലും കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ത്രീയായി പോകും. ആ കഥ അടുത്ത സ്കന്ധത്തിൽ പറയാമെന്ന് പറഞ്ഞു കിട്ടും. അത് പിന്നെ പറയും എന്താണ് ആ സ്ത്രീ ആകുന്നതിനുള്ള കാരണങ്ങളെല്ലാം. കാരണം അവിടെ ഏതെങ്കിലും പുരുഷൻ കാലെടുത്ത് വെച്ചാൽ, അതായത് ഏത് പുരുഷഗ്രഹം, ഇപ്പം സൂര്യൻ കഴിച്ച് ബുധൻ ശുക്രൻ സ്ത്രീയാണല്ലോ, ചൊവ്വ വ്യാഴം ഇതെല്ലാം അവിടെ കിടക്കുകയാണെങ്കിൽ അതപ്പം സ്ത്രീയുടെ സ്വഭാവമാണ് കാണിക്കുക. അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം രാശിചക്ര രൂപത്തിൽ ഈ പ്രപഞ്ചഘടനയെ അവർ വിവരിച്ചു തന്നു. അതിലാണ് സൂര്യനെയാണ് എന്തായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്? ശ്രീരുദ്രനായിട്ട്. എന്നിട്ട് 16 പറയാണ്, പാർവതിയോടുകൂടി അനേകം ശ്രീഗണങ്ങൾ, പാർവതിയുടെ ശിഷ്യഗണങ്ങളും എല്ലാം തോണിമാരും എല്ലായിട്ട് ശിവനെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. പാർവതിയുടെ തോണിമാരെല്ലാം കൂടിയിട്ട് ശിവനെ ശിവൻ അങ്ങനെ പാർവതിയുടെ തോണിമാരുമെല്ലാമായിട്ട് അവിടെ പരിലസിക്കുന്ന ശിവൻ എന്ത് ചെയ്യാണ്? ആ പുരുഷോത്തമന്, ഈ പ്രപഞ്ച സൃഷ്ടിക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിവിശേഷത്തെ തമോ ഗുണപ്രദമായ രൂപത്തിൽ ആത്മാവിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സൂര്യൻ ഈ പ്രപഞ്ചത്തിനെല്ലാം സൂര്യനാണല്ലോ നമ്മളെ രാശിചക്രത്തിലൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സൂര്യനാണ് ഏറ്റവും പ്രധാനം ആ രാശിചക്രത്തിൽ. അപ്പം അതിൽ സൂര്യൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീ വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ. കാരണം അവരെല്ലാം ആ വിഷ്ണുവിന് വേണ്ടിയാണ് സേവ ചെയ്യുന്നത് എന്നർത്ഥം. എന്നിട്ട് ആ മന്ത്രത്തിൽ ജപിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇനിയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. 17
ശ്രീ രുദ്രൻ പറയുകയാണ്, അഖില ഗുണപ്രകാശവാനും അഖില ഗുണങ്ങളോട് കൂടിയവനും ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനും അപരിചിന്നനും അവ്യക്തനും, അതിന് രൂപവും ഭാവമൊന്നുമില്ല ഈ വിഷ്ണുവിന്. നമ്മൾ കഥയിൽ കഥാപാത്രമായിട്ടെല്ലാം കണ്ണും മൂക്കെല്ലാം വെച്ച് അവതരിക്കുമെങ്കിലും അതിനെന്തില്ല, ഒരു ചിഹ്നവുമില്ല, ഒരു രൂപവുമില്ല. അവ്യക്ത ഭാവത്തിലും ഐശ്വര്യാദി ഷഡ്ഗുണങ്ങൾ, എല്ലാ ഐശ്വര്യങ്ങളും ഷഡ്ഗുണങ്ങളും തികഞ്ഞതാണ് ആ ശക്തിവിശേഷം. അങ്ങനെ ഇരിക്കുന്ന ആ സ്ത്രീ പുരുഷ സ്വരൂപത്തിന് നമസ്കാരം. അതൊരു വ്യക്തിയായിട്ടല്ല, അതിന് രൂപവും ഭാവമൊന്നുമില്ല. ആ മഹാവിഷ്ണുവിന് അല്ലെ ശ്രീഹരിക്ക് നമസ്കാരം. സൂര്യൻ പറയുകയാണ്, ഇതിൻ്റെ എല്ലാം കേന്ദ്രമായി നിൽക്കുന്ന, ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ നിൽക്കുന്ന ആ ശക്തി വിശേഷത്തിന് നമസ്കാരം. അതിന് രൂപമില്ല, ഭാവമൊന്നുമില്ല. ഇതിൻ്റെ പാൻറ്റിൽ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഏക ആശ്രയം, ഈ ലോകത്തിലുള്ള എന്തെല്ലാം ഐശ്വര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ഏകാശ്രയമായി നിൽക്കുന്ന ആ ശക്തി വിശേഷം സംസാര ദുഃഖത്തെ തീർക്കുന്നവൻ. ഈ ലോകത്തിൽ ആർക്കെങ്കിലും സംസാരത്തിൽ ജീവിക്കുമ്പോൾ ദുഃഖം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതേസമയം ആ ശക്തിയിൽ ഭക്തിയില്ലെങ്കിൽ സംസാര ദുഃഖം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അദ്ദേഹത്തോട് ഭക്തിയില്ലാതെ ഞാനെന്ന ഭാവത്തിൽ നടക്കുകയാണെങ്കിൽ സംസാര ദുഃഖം ഉണ്ടാക്കി തരും. എല്ലാം അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ മായയിൽ പെടാതെ അതിനെ ആശ്രയിച്ച് കഴിയുകയാണെങ്കിൽ ദുഃഖം തീർത്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നിൽക്കുന്ന സകലരുടെയും ശരണാഗതനുമായ, എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന, ശരണം പ്രാപിക്കാൻ പറ്റുന്ന ആ ശക്തി വിശ്വം, സകല ലോക നിയന്താവായ, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന നിൻ തിരുവടിയെ ഞാൻ ഭജിക്കുന്നു. ആര്? ശ്രീരുദ്രൻ, സൂര്യൻ ഭജിക്കുകയാണ്. പിന്നെ 19 ലോകത്തെ നിയന്ത്രിക്കാനായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അവിടെ ഇരുന്നു കൊണ്ട് ഈ ലോകം മുഴുവൻ അതിന് എന്ത് ചെയ്യുന്നുണ്ട്? നിരീക്ഷിക്കുന്നുണ്ട്. എന്തെല്ലാം ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതേസമയം മായാഗുണങ്ങളോ മനോവൃത്തികളോ അശേഷം ഇല്ലാതാവും. മായലാണ് ഈ ലോകമെല്ലാം സൃഷ്ടിച്ചത്. മനസ്സ്, എല്ലാവർക്കും ഓരോ മനസ്സ് കൊടുത്തിട്ട് അതിലൂടെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഈ മനസ്സുമായിട്ടോ മായാലോകവുമായിട്ടോ ഒരു ബന്ധവും ഇല്ല. അങ്ങനെയുള്ള വ്യക്തിയെ വേണം, ആ ഒരു ശക്തി വിശേഷത്തെ വേണം ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ഉദ്ദേശിക്കുന്നവര്. അങ്ങനെ ആരെങ്കിലും ഇന്ദ്രിയങ്ങളെ ജയിക്കണം, എനിക്ക് ഈ മായാലോകത്തു നിന്ന് മുക്തമായി ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചിട്ട് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കണം എന്ന് തോന്നുന്നവര് അദ്ദേഹത്തെ ആദരിക്കാതിരിക്കില്ല എന്ന് പറയണം. അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവര് അദ്ദേഹത്തെ ആദരിക്കുക തന്നെ ചെയ്യും. ഇനി 20 സമദർശനമില്ലാത്തവൻ, എല്ലാറ്റിലും ബ്രഹ്മത്തെ ഒരേപോലെ കാണാൻ കഴിയാത്തവൻ. ഈ ലോകത്തിലുള്ള എല്ലാത്തിനും എന്തായിട്ട് കാണണം? എല്ലാം എന്നെപ്പോലെ കാണും. സമദർശനം, ആരും നീചവുമില്ല, ആരും മോശമില്ല, ആരും നല്ലയുമില്ല, എല്ലാം എന്നെപ്പോലെ തന്നെയായിട്ട് കാണാൻ പറ്റാത്തവർക്ക് അവർക്കെന്തായിരിക്കും? മായയിൽ മത്ത് പിടിച്ച് കണ്ണിങ്ങനെ ചുവന്ന് നടക്കുന്ന ഒരു വലിയ പേടിപ്പിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഞാനെന്ന ചിന്ത വെച്ചുകൊണ്ട് എല്ലാവരെയും പലതായി കണ്ടുകൊണ്ട്, പല ജാതി പല മതമായിട്ടെല്ലാം കണ്ട് നടക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് മുമ്പിൽ ഈ ശക്തിവിശേഷം എങ്ങനെയാണ്? മായയിൽ അകപ്പെട്ടിട്ട് മത്ത് പിടിച്ചിട്ട് കണ്ണെല്ലാം തുറിച്ചു നോക്കി ചുവന്നിട്ട് നിൽക്കുന്ന ഒരു രൂപത്തിലാണ് അത് പ്രതിഭാസിക്കുന്നത്. എന്നാൽ നാഗയുവതികൾ, നാഗകന്യകമാര്
അതിൻ്റെ കാൽപാദത്തിൽ പോയി വീഴുമ്പോൾ ഈ ശക്തിവിശേഷത്തിൻ്റെ കാലിലെത്തുമ്പോൾ നാഗങ്ങൾ ആ ശിവൻ്റെ ആ വിഷ്ണുവിൻ്റെ പാദങ്ങളിലെത്തുമ്പോൾ ലജ്ജയാൽ എന്താകും, അതിൻ്റെ ശക്തിയെല്ലാം ശവിച്ചിട്ട് അതിൽ തന്നെ കരഞ്ഞ് എത്ര വിഷമുള്ള പാമ്പായാലും ആ പാദങ്ങളിലെത്തുമ്പോൾ അതിന് ലജ്ജ തോന്നും, അതിൻ്റെ ശക്തിയെല്ലാം കുറഞ്ഞിട്ട് പാദസേവ ചെയ്തുകൊണ്ട് കഴിയും. അങ്ങനെയുള്ള ആ നിന്തിരുവടിക്ക് നമസ്കാരം. ആര്? രുദ്രനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശിവന്റെ കൗത്തിലും എല്ലാം പാമ്പ് കിടക്കൽ എന്തോ ചെയ്യുന്നുണ്ട്, ഭയങ്കര സാധുതയിൽ ആണ്, അതുകൊണ്ടാണ് ചിത്രീകരിച്ചത്. അപ്പം എത്ര വിഷമുള്ളതും അങ്ങനെ നിൽക്കും. ഇപ്പം മനുഷ്യരിൽ പക്ഷേ അതിനെ അംഗീകരിക്കാതെ നിൽക്കുന്നവർക്ക് എപ്പോഴും ഒരു ഭീകരമായ അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് അവർ ജീവിതത്തിൽ മുഴുവൻ ദുഃഖങ്ങൾ, ഇടയ്ക്കൊരു സുഖമെല്ലാമായിട്ട് കഷ്ടപ്പെട്ട് പേടിച്ച് ഭയന്ന് ജീവിക്കുന്നത്. ഇനി 21 മന്ത്രങ്ങൾ യാതൊരാളെ ഈ ലോകത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കാരണഭൂതനായി കാണുന്നു. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. വേദങ്ങളിലെ മന്ത്രങ്ങൾ ആരെയാണോ ഈ ലോകത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരത്തിനും പിന്നിലുള്ള പ്രേരക ശക്തിയായി കാണുന്നത്, ഇപ്പം വേദങ്ങളിലൂടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള സൃഷ്ടി, അതിനെ പരിപാലിക്കുന്ന, അതിനെ സംഹരിക്കുന്ന ശക്തിയായിട്ട് വേദങ്ങൾ വിവരിക്കുന്ന ആ ശക്തി വിശേഷമാണ് ശ്രീഹരി അല്ലേ ആ ബ്രഹ്മം. അത് കഴിഞ്ഞാൽ അതിനപ്പുറം എന്താണുള്ളത്? അതിനതീതമായി നിൽക്കുന്ന അനന്തൻ എന്ന ഇതായിട്ട് ആരെ കാണുന്നു? അതിൻ്റെ അപ്പുറം എന്താണ്? അനന്തമാണ്. ഇപ്പം നമ്മളീ പറയുന്ന 7 ലോകം കഴിച്ചിട്ട്, 7 ലോകം ഒരു വലിയ ബോൾ മാതിരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 7 ബോളുകൾ മാതിരിയാണല്ലോ 7 ലോകം. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ സ്ഥലം എന്താണ്? അവിടെയും സ്ഥലങ്ങളുണ്ട്, പക്ഷേ അതിന് അറ്റമില്ലാതെ അങ്ങനെ പോവുകയാണ്, അതിന് കണക്കൊന്നുമില്ല. അതിനാണ് അനന്തൻ എന്ന് പറയുന്നത്. ആ അനന്തൻ്റെ ഫണങ്ങളിൽ, അപ്പോൾ അത് അനന്തനായിട്ടാണ് പറയുന്നത്. ആ അനന്തനെ എന്ത് ചെയ്യാണ്? 1000 ഫണങ്ങളുള്ള ഒരു അനന്തനായി സങ്കല്പിച്ചാൽ, അപ്പോൾ ഈ 7 ലോകങ്ങളുള്ള ഗോളത്തിന് പുറത്ത് ഉള്ള സ്പേസിനെ 7 ഫണങ്ങളുള്ള ഒരു വലിയ നാഗത്തിൻ്റെ തലയായി സങ്കല്പിച്ചാൽ, അനന്തൻ എന്ന സർപ്പത്തിൻ്റെ തലയായി സങ്കല്പിച്ചാൽ, അതിൻ്റെ എവിടെയോ ഒരു മൂലക്കുള്ള ഒരു കടുകുമണിക്ക് സമാനമാണ് ഏത്? നമ്മളുടെ ഈ പ്രപഞ്ചം. അതായത് 7 ലോകങ്ങൾ കൂടിയാ പോകും. അപ്പോൾ ഈ 1000 ഫണങ്ങളുടെ വലിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഏതോ ഒരു മൂലക്കൊരു കടുമണിയുടെ വലുപ്പത്തിലാണ് നമ്മുടെ ഈ 7 ലോകങ്ങളടങ്ങിയ ആ ബോൾ മാതിരിയുള്ള സാധനമുള്ളത്. അതിനെ ഈ വിഷ്ണു എന്ത് ചെയ്യുന്നില്ല? തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഏകമായ ശക്തി 1000 ഫണങ്ങളുള്ള ഒരു സർപ്പത്തിൻ്റെ തല പോലെ ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുമ്പോൾ, ശൂന്യമായി കിടക്കുന്നിടത്ത് അതിൻ്റെ ഏതോ ഒരു ഫണത്തിൽ ഒരു കടുകുമണിയോളമുള്ള ഈ പ്രപഞ്ചമാണ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. കടുകുമണി, ആ കടുകുമണിയിലാണ് 49 മരുത്തുക്കളുള്ളത്. അതിലുള്ള ഒരു മരുത്തിലാണ് നമ്മളുള്ളത്. അതിൽ തന്നെ കോടാനുകോടി സൂര്യന്മാരുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അതിലുള്ള ഒരു നക്ഷത്രത്തിലാണ് നമ്മളെ ഭൂമിയുള്ളത്. ആ ഭൂമിയിലാണ് നമ്മളുള്ളത്. ഈ കടുകുമണി പോലെയുള്ള ലോകത്തെ പോലും ഈ വിഷ്ണു ശ്രദ്ധിക്കുന്നേ ഇല്ല. പിന്നെ ആ വിഷ്ണുവിന്, ആ ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം?
അതിങ്ങനെയൊന്നും ഗൗനിക്കുന്നതിനല്ല, നമ്മളതിൻ്റെ അത് ഗൗനിക്കാൻ പോലും ഇല്ല. പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് എന്താണ് പൂജയാണത്തിന് ആ ഈശ്വരനെ പറ്റി പൂജിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അതിനിങ്ങനെ ഒരു ഭൂമിയുള്ള കാര്യം പോലും അതിന് ചിന്തയിലില്ല. കാരണം അത് 1000 പണങ്ങളുള്ള ഒരു സാപ്പന്മാരി കിടക്കുന്ന സ്ഥലത്തിൽ അതിന് ഏതോ ഒരു മൂലക്ക് ഒരു കടുകോണിയിലത്രമുണ്ട് ഈ ഭൂമി, ഈ പ്രപഞ്ചം, ഈ 7 ലോകം കൂടിയ പ്രപഞ്ചം. അതിലുള്ളൊരു ചിരഞ്ജീവ ജീവിയാണ് മനുഷ്യൻ. ഈ മനുഷ്യനത് ഗൗനിക്കേണ്ട കാര്യം എന്താണ്? നമ്മളതിനോട് പ്രാർത്ഥിച്ചാൽ എവിടെ കേൾക്കാൻ? അത് ശ്രദ്ധിക്കുന്ന പോലും ഒരു ചെറിയ ഇപ്പം നമ്മുടെ തലയിൽ ഈ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു കുത്തുണ്ട് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത്രയും ഉള്ളൂ, അത് അത്രയും ഇല്ല. അപ്പം ഈ നമ്മൾ ആ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അത് ഇതിനെ അതിനെ ഈ കടുകോണി പോലെയുള്ള അതിനെ നിസ്സാരമായി കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് 22 പറയുന്നു, ആദിയിൽ പ്രകടമായ, ഇനി എങ്ങനെയാ സൃഷ്ടി ഉണ്ടായെന്നാണ്, ആദിയിൽ പ്രകടമായ മഹാതത്വത്തിൻ്റെ ഗുണം നിമിത്തം. മഹാതത്വം എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരു സയൻസ് ഉണ്ടായി. അപ്പം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആകെ ഒരു ശൂന്യമായ സ്ഥലം, അതിൽ ബ്രഹ്മം ഉണ്ടായിരുന്നു. അതിന് ഒരു സയൻസ് തത്വം ആദ്യം ഉണ്ടാകുന്നു. അതാണ് ആ സയൻസ് തത്വത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ബ്രഹ്മാവ്. അപ്പോൾ ഒരു ശാസ്ത്രം ഉണ്ടായി, അതിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി. ഒരു പ്രേരക ശക്തി ഉണ്ടായി, സൃഷ്ടി നടത്താനുള്ള ഒരു ചെറിയൊരു പ്രേരക ശക്തി ഏതോ മൂലക്കുണ്ടായി. അതിൽ നിന്നും 3 ഗുണങ്ങളുടെ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, സത്വ രജോ തമോ ഗുണങ്ങളാൽ അതിൽ നിന്നും രുദ്രൻ ജനിച്ചു. ആറ്റങ്ങളുണ്ടായി, ചെറിയ ആറ്റം, അതാണ് രുദ്രൻ. അതിൽ നിന്നും സത്വഗുണമായ ദേവന്മാരും തമോ ഗുണമായ ഭൂതങ്ങളും രജോ ഗുണമായ ഇന്ദ്രിയാദികളും ഉണ്ടായി. അതിൽ നിന്നാണ് സത്വരജോ ഗുണമായിട്ടുള്ള സംഗതികൾ ഉണ്ടായത്. എന്നിട്ട് 23 പറയുന്നു, ആ മഹാതത്വം അഹങ്കാരം, ദേവത, ഭൂതം, ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം കൂടിയിട്ട് അങ്ങനെ ഈ മഹാതത്വങ്ങൾ, സയൻസ്, അഹങ്കാരം, ജ്ഞാനെന്ന ചിന്ത, ദേവത, ഭൂതം, ഇന്ദ്രിയം ഇവയെല്ലാം കൂടിയിട്ടുണ്ടായ ഞങ്ങളിൽ നിന്നാണ് രുദ്രനാണ് ഇവിടെ പറയുന്നത്. ഈ ഞങ്ങൾ ഈ മഹാതത്വ ആ ശക്തിവിശേഷത്തിൻ്റെ അധീനതയിലാണ്. ഏതുപോലെ? ഒരു ചരടില് കുറേ ചരടിൽ പക്ഷികളെ കെട്ടിയ പോലെ, കുറേ പക്ഷികളുടെ കാലിൽ ചരടും കെട്ടിയിട്ട് കൈമ പിടിച്ചിരിക്കുകയാണ്. അതേപോലെയാണ് ഞാനെന്ന് ഞങ്ങളും ഇവിടെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായ നമ്മളുമെല്ലാം ഒരു ചരടിൽ, അതാണ് ഓർബിറ്റായിട്ട് ചിത്രീകരിക്കേണ്ടത്. ആ ചരടിൽ പിടിച്ച മാതിരി ഇരിക്കുകയാണ്. ആര് പറയുന്നു? രുദ്രനടക്കം. അതായത് രുദ്രനടക്കം അതിൻ്റെ ജോലി ചെയ്യാൻ പറ്റിയിരിക്കുന്ന ശക്തികളാണ്. പിടിച്ച് നിയന്ത്രണം ആ ശക്തിയുടെ കൈമലാണ്. ശിവനാണ് പറയുന്നത്, ചരട് കൊണ്ട് കെട്ടിയിരിക്കുന്ന പക്ഷികൾ പോലെ അസ്വാതന്ത്രരായി. നമുക്കൊന്നും ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടില്ല. കയറി പിടിച്ചിരിക്കുകയാണ്, നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് ആരെ? രുദ്രനടക്കം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം എന്ത് ചെയ്യുകയാണ്? ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചരട് കൊണ്ട് ബന്ധിപ്പിച്ചിട്ട് രുദ്രനെ എല്ലാം ബന്ധിച്ചിരിക്കുക. പക്ഷികളെ കയറി കെട്ടി ബന്ധിപ്പിച്ച മാതിരിയാക്കിയിട്ട് രുദ്രനെ അടക്കം, ആറ്റങ്ങളെ അടക്കം. എന്നിട്ട് എന്ത് പറയുകയാണ്? ഈ ബ്രഹ്മാണ്ടം അവന് വേണ്ടിയിട്ട് എന്നിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ചോ, ഇതേമാതിരി ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചോ. ആ ആജ്ഞക്കനുസരിച്ച് ഞങ്ങളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സ്വാതന്ത്ര്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നിന്തിരുപടിക്ക് ആ രുദ്രൻ എന്ത് പറയുന്നു? നമസ്കാരം പറയുന്നു. ഈ പറഞ്ഞതിൽ നിന്നടക്കം രുദ്രനോടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ശിവനോടോ ബ്രഹ്മാവിനോടോ വിഷ്ണുവിനോടോ ഇവരോടൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. അവരെല്ലാം ചരടിൽ നമ്മളെപ്പോലെ ബന്ധിച്ച് കിടക്കുകയാണ്. ഓരോ ആൾ അവരവരുടെ കർമ്മം ചെയ്യുകയാണ്. ഇതെല്ലാം ഫലങ്ങളായിട്ട് കാണണം. അതൊന്നും മനുഷ്യരൂപത്തിലൊന്നും കണ്ടുകൂടാ. ഇതെല്ലാം ഒരൊറ്റ ശക്തിയുടെ നിയന്ത്രണത്തിലാണ്.
ആര്? ആ ശ്രീഹരിയുടെ. ആ ശ്രീഹരി തന്നെയാണെങ്കിലോ വലിയൊരു ലോകത്തിൽ വന്നിട്ട് അതിൻ്റെ 1000 പണങ്ങളുടെ ഇടക്ക് ഏതോ ഉള്ള ഒരു കടുവ മനുകാരിയുള്ള ഈ ഭൂമിയിലൊന്നും ഈ ലോകത്തെ ശ്രദ്ധിക്കുന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെ ശ്രദ്ധിക്കുന്നില്ല, പിന്നെ ഇവിടെ നിന്ന് നിലവിളിച്ചിട്ട് എന്ത് കാര്യമാണ്? അതായത് നമ്മൾക്കുള്ളൊരു കർമ്മമേ ഉള്ളൂ. നമ്മളെ ജോലി ചെയ്തിട്ട് പോയിക്കൊടുക്കുക. നമ്മളെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ ജോലി തീർത്തിട്ട് പോയിക്കൊടുക്കുക. ഇനി 24, ഗുണകാര്യമായ ദേഹാദികളാൽ മോഹം ജനിച്ച മനുഷ്യ രാശി. അങ്ങനെ നമ്മളെല്ലാം ഓരോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മായയിൽ ഓരോ ഗുണങ്ങളായിട്ട് തോന്നിയിട്ട്, മായയാൽ എല്ലാം പലതായിട്ട് തോന്നിയിട്ട് പല സ്വഭാവമുള്ളതായിട്ട് നമുക്ക്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയെല്ലാം തോന്നുന്നത്. നല്ല തെങ്ങ്, പച്ച നിറത്തിലുള്ള ഇലയോടുകൂടിയ തെങ്ങ്, മറ്റേത് നല്ല പൂവെല്ലാം ഉണ്ടാക്കുന്ന ഇന്ന ചെടി എന്നെല്ലാം നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് നമ്മൾ മായയിൽ അകപ്പെട്ടത് കൊണ്ടാണ്. അങ്ങനെയുള്ള മനുഷ്യരാശി അങ്ങനെ നിർമ്മിച്ച ആ ശക്തിവിശേഷത്താൽ നിർമ്മിച്ച നമ്മളെ ജീവരാശികളെല്ലാം അദ്ദേഹം തന്നെ നിർമ്മിച്ച മായയാലും കർമ്മബന്ധത്താലും, ഇപ്പം നമ്മളെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അദ്ദേഹം തന്നെ ഒരു മായയിൽ അകപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റേത് എനിക്ക് വേണ്ടി എന്നൊരു ചിന്ത ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളിലേക്ക് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അതേസമയം ആ മായയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറിയാനും പറ്റുന്നില്ല. നമ്മളെ കൊണ്ട് നമ്മളിലൊരു മായ ഉണ്ടാക്കിയിട്ട് ആ മായയെ കൊണ്ടാണ് കർമ്മങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അത് ചെയ്യിക്കുന്ന ആ മായ ഇതെല്ലാം ഒരു മായയാണെന്ന സത്യം എന്ത് പറ്റുന്നില്ല, നമുക്കറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മായയെ തരണം ചെയ്യാനുള്ള വഴികളും നമുക്ക് ഭൂരിപക്ഷം പേർക്കും അറിയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കർമ്മം ചെയ്യണമെങ്കിൽ ആ മായ അറിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നതിൽ താല്പര്യമില്ലാതെയായി മാറും. അപ്പം നമുക്കെപ്പോഴും ഞാൻ എൻ്റേത് എന്നൊരു ചിന്തയുണ്ടാണ്. അപ്പോഴേ നമ്മൾ ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി എന്ന് വെച്ച് ഓടിപ്പിടിച്ച് ചെയ്യുക. അതാണ് മായ. യഥാർത്ഥത്തിൽ ചെയ്യുന്നതിൽ എന്താണ്, അതെന്താണോ തീരുമാനിച്ചത് അതാണ്, അല്ലാതെ ഞാൻ ചിന്തിക്കുന്ന മാതിരിയൊന്നുമല്ല. അത് പറഞ്ഞതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മായാൽ അതറിയാതെ ആ മായ മറികടക്കാനുള്ള ഉപായവും അത് നമുക്ക് നൽകുന്നില്ല. അങ്ങനെ നൽകാതെ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്ന ആ ശക്തിവിശേഷത്തിന് നമസ്കാരം പറയുകയാണ്. ആര്? രുദ്രൻ. രുദ്രനടക്കം ഈ മായയെ മറികടക്കാൻ പറ്റാതെ നമ്മളെപ്പോലെ തന്നെ രുദ്രനടക്കം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം ഈ മായയിൽ അകപ്പെട്ടുകൊണ്ടാണ് ഈ സൃഷ്ടിക്രമവും ഇവിടെയെല്ലാം സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ആ കർമ്മത്തിൽ ഏർപ്പെടുന്നത്. അതിൻ്റെ ചരട് അങ്ങേരെ കൈമലുമാണ് ഉള്ളത്. അങ്ങേരാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അങ്ങേരെ സംബന്ധിച്ചിടത്തോളം അങ്ങേരെ പ്രപഞ്ചം എത്രയോ സ്ഥലം വ്യാപിച്ച് അന്തമില്ലാത്ത സ്ഥലമായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. അതിൽ എവിടെയും ഒരു കടുകുമണിമാരിയുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സ്ഥലം. അതിൽ അദ്ദേഹം താല്പര്യം എടുക്കുന്നു ഇല്ല. അപ്പോൾ അതിന് കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചവരെല്ലാം തന്നെ അതിൽപ്പെടുന്നവരാണ് രുദ്രനും ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരെല്ലാം. അവരെല്ലാം കൺട്രോൾ അവിടെ തന്നെയാണ് കിടക്കുന്നത്. ഇവർക്കൊന്നും ഒരു സ്വാതന്ത്ര്യവും ഇല്ല. അവരെല്ലാവരും അവരുടെ കർമ്മം ചെയ്യുന്നു, നമ്മളും നമ്മളെ കർമ്മം ചെയ്യുന്നു. നമ്മളെല്ലാം മായയിൽ അകപ്പെട്ടിട്ടാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ മായയിൽ നമ്മളെ കൊണ്ട് പെടുത്തിയിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം.